കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഫോൺ റിപ്പയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സോൾഡറിങ് ആൻഡിൻ്റെ ടിപ്പ് ക്ലീനിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. മൊബൈൽ റിപ്പയറിംഗ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരും അല്ലെങ്കിൽ പഠിക്കുന്നവരും അതുപോലെ തന്നെ മൊബൈൽ റിപ്പയർ ചെയ്യുന്നവർക്കുമൊക്കെ ഈ ഒരു വീഡിയോ തീർച്ചയായും ഉപകാരപ്രദമാകും. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. അതുപോലെ തന്നെ മൊബൈൽ സംബന്ധമായിട്ടുള്ള വീഡിയോസുകളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഉപയോഗിക്കുന്ന സോൾഡറിങ് ആൻഡിൻ്റെ അത് ഏത് കമ്പനിയുടെ സോൾഡറിങ് ആണോ ആയിക്കോട്ടെ അതിൻ്റെ ടിപ്പ് ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടുള്ളതാണ്. സാധാരണഗതി നമ്മുടെ സോൾഡറിങ് ആൻഡിൻ്റെ ടിപ്പ് പ്രോപ്പറായിട്ടുള്ള ക്ലീനിങ് അല്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള സോൾഡറിങ്ങോ ഏതെങ്കിലും കമ്പോണൻസുകൾ സോൾഡർ ചെയ്യാനോ ഏതെങ്കിലും കമ്പോണൻസുകൾ നമുക്ക് ഡീസോൾഡർ എടുക്കാനോ നമുക്ക് ഇളക്കിയെടുക്കാനോ ഒന്നും തന്നെ നമുക്ക് കഴിയാതെ വരും. കാരണം ടിപ്പ് എത്രത്തോളം ക്ലീൻ ആയിരിക്കുമോ അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ള ഹീറ്റിങ്ങും മറ്റും കിട്ടുകയുള്ളൂ. ഇത് ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സോൾഡറിങ് ആൻഡിൻ്റെ ടിപ്പ് ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള സോൾഡറിങ്ങോ ഡീസോൾഡറിങ്ങോ ചെയ്യാൻ സാധിക്കാതെ വരും. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യും, ഇതിൻ്റെ ടിപ്പ് മാറ്റും. ഇപ്പോൾ സാധാരണഗതിയിൽ വില കുറഞ്ഞ സോൾഡറിങ് ആണൊക്കെ ആണെങ്കിൽ നമുക്ക് ടിപ്പിന് വലിയ പൈസയൊന്നും കൊടുക്കേണ്ടി വരില്ല. ടിപ്പിൻ്റെ ആ ഒരു ഇത് മാറുന്ന വലിയ പൈസ ആവശ്യമായി വരില്ല. എന്നാൽ വില കൂടിയ ഒരു 2000, 1500, 2000 രൂപയിൽ കൂടുതലുള്ള സോൾഡറിങ് അയണുകൾക്ക് ടിപ്പിന് തന്നെ ഏകദേശം 10-400 ഒറിജിനൽ ടിപ്പിന് തന്നെ 10-400 രൂപ വില വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അത് മാറ്റുക എന്ന് പറയുന്നത് കുറച്ച് പൈസ ചിലവുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഏത് ടിപ്പ് ആയിക്കോട്ടെ, ഏത് വില കുറഞ്ഞ സോൾഡറിങ് ആൻഡിൻ്റെ ടിപ്പ് ആയിക്കോട്ടെ, വില കൂടിയ സോൾഡറിങ് ആൻഡിൻ്റെ ടിപ്പ് ആയിക്കോട്ടെ, നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം. സാധാരണഗതി നമ്മൾ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണ്? സാധാരണഗതി നമുക്ക് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പേഡുണ്ടാവും, ടിപ്പ് ക്ലീനിങ് പേഡുകളുണ്ടാവും. അത് ഇത്തിരി വെള്ളത്തിൽ കൂത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല പെരുവി വരും. എന്നിട്ട് നമുക്ക് അത് വെച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഇത് വലവുള്ള ഈ ഒരു സാധനത്തിൽ നമുക്ക് 2-3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്ലീനായി വരും. നല്ല പ്രോപ്പറായിട്ട് തന്നെ ക്ലീനായി വരും. പക്ഷേ ചിലപ്പോൾ നല്ല രീതിയിലുള്ള വല്ല ക്ലാവോ വല്ല പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ സോൾഡറിങ് ആൻഡ് ടിപ്പിൽ നല്ല രീതിയിൽ കിടക്കുന്നു. ഇത് ഇങ്ങനെ ഒന്നും ക്ലീൻ ചെയ്തിട്ടൊന്നും നമുക്ക് ഈ ഒരു ക്ലീനിങ് പാഡ് ഉപയോഗിച്ചൊന്നും ക്ലീൻ ചെയ്തിട്ടൊന്നും നമുക്ക് ടിപ്പ് ക്ലീൻ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ സാധാരണഗതി നമ്മൾ ടിപ്പ് മാറും. പക്ഷേ ഈ ടിപ്പ് മാറേണ്ട ആവശ്യമില്ല. അതിനായിട്ട് നമുക്ക് ടിപ്പ് റീഫ്രഷ്നർ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് റിലീഫിൻ്റെ ഉണ്ട്, മെക്കാനിക്കലും ഉണ്ട്, പല ബ്രാൻഡുകളുടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലുള്ള ടിപ്പ് റീഫ്രഷ്നർ എന്ന് പറയുന്ന ഈ ഒരു ജെല്ല് പോലുള്ള ഈ ഒരു സാധനം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ ടിപ്പ് വളരെ ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, എത്ര ക്ലാവ് പിടിച്ചായിരുന്നാലും അല്ലെങ്കിൽ എത്ര കരി പിടിച്ചിരുന്ന സോൾഡറിങ് ആൻഡ് ടിപ്പായിരുന്നാൽ ശരി, നിങ്ങൾ ജസ്റ്റ് സോൾഡറിങ് ആൻഡ് ഹീറ്റാക്കിയ ശേഷം ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം മതി. അവിടെ ആ ഭാഗം നല്ല രീതിയിൽ തന്നെ ക്ലീനായി വരും. ഓക്കെ, നമ്മൾ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്ത് ഒന്ന് ക്ലീനായി വന്നതിന് ശേഷം ഒന്ന് പേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റാണ്. കണ്ടോ, ഒരു നല്ല രീതിയിൽ തന്നെ നമുക്കത് ക്ലീനായി എടുക്കാൻ സാധിക്കും. പിന്നീട് സോൾഡറിങ് ആയിരുന്നാലും ഡീസോൾഡറിങ് ആയിരുന്നാൽ വളരെ പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇത്തരം പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. വളരെ അനായാസം, വലിയ വിലയൊന്നുമില്ല. ഏകദേശം 150 മുതൽ നമുക്ക് ഇതേപോലുള്ള പ്രോഡക്റ്റുകൾ ലഭ്യമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലുള്ള പ്രോഡക്റ്റുകൾ ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും സോൾഡറിങ് ആൻഡിൻ്റെ ടിപ്പ് മാറുന്നത് നമുക്ക് വളരെ കോസ്റ്റ്ലിയാണ്, നമ്മുടെ പൈസ ചിലവുള്ള കാര്യമാണ്. അപ്പോൾ ഇതേപോലുള്ള ഒരു സാധനം വാങ്ങിച്ച് വെച്ചിരുന്നാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് സോൾഡറിങ് ആൻഡിൻ്റെ ടിപ്പ് നമുക്ക് ഇതേപോലുള്ള നല്ല ക്ലാവ് പിടിച്ച് നമുക്ക് മാറ്റേണ്ട സമയമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലുള്ള റീഫ്രഷ്നർ ഉപയോഗിച്ച്, ടിപ്പ് റീഫ്രഷ്നർ എന്ന് പറയുന്നത് ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ടിപ്പ് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ, ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സംശയങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുകയോ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമുമായി നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.